നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് അടൂരിനെ ഞെട്ടിച്ച് വീട്ടുവളപ്പിലെ കിണറിൽ പുലിയുടെ ജഡം. പ്രദേശത്ത് കൂടുതൽ പുലികളുടെ സാന്നിധ്യമുള്ളതായി സംശയം. ജനങ്ങൾ ആശങ്കയിൽ. കുമ്പള ആരിക്കാടിക്കോട്ടയിലെ നിധിവേട്ട. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്ന് മഹിളാ മോർച്ച ചൌക്കിയിൽ പ്രതിഷേധ സംഗമം നടത്തി. കുമ്പള ആരിക്കാടിക്കോട്ടയിലെ നിധിവേട്ട. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാറിനെ സ്ഥാനത്ത് നിന്നും നീക്കിയേക്കും. മുസ്ലിം ലീഗിൽ ചർച്ചകൾ സജീവം. അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ 4ാം പ്രതിക്ക് ജാമ്യം. മധൂർ കൊല്ലിയയിലെ ആയിഷയ്ക്കാണ് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. KSRT എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന ജാഥ സമാപനം. സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ചും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. AS മുഹമ്മദ് കുഞ്ഞിയുടെ 2 കുറുങ്കഥാ സമാഹാരങ്ങളുടെ പ്രകാശനം നടന്നു. കാസർഗോഡ് റൈറ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് അടൂരിനെ ഞെട്ടിച്ച് വീട്ടുവളപ്പിലെ കിണറിൽ പുലിയുടെ ജഡം. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ തലപ്പച്ചേരിയിലെ മോഹനന്റെ കിണറ്റിലാണ് പുലിയുടെ ജഡം കണ്ടെത്തിയത്. ജനവാസ മേഖലയിൽ പുലിയുടെ മൃതദേഹം കണ്ടെത്തിയത് വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രദേശത്ത് കൂടുതൽ പുലികളുടെ സാന്നിധ്യമുള്ളതായും സംശയിക്കുന്നു. കാസർഗോഡ് അടൂരിലെ വീട്ടുവളപ്പിലെ കിണറിൽ നിന്നും പുലിയുടെ ജഡം കണ്ടെത്തിയത് നാടിനെ ഞെട്ടിച്ചു. മാസങ്ങളായി പുലി സാന്നിധ്യമുള്ളതായി നാട്ടുകാർ വിവരം നൽകിയ പ്രദേശത്തു നിന്നുമാണ് പുലിയുടെ ജഡം കണ്ടെത്തിയിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ പ്രദേശത്തു നിന്നും വലിയ രീതിയിൽ ദുർഗന്ധം വമിച്ചിരുന്നു. തുടർന്ന് നാട്ടുകാർ പരിശോധന നടത്തുകയും തലപ്പച്ചേരിയിലെ മോഹനന്റെ കിണറിൽ പുലിയുടെ ജഡം കണ്ടെത്തുകയുമായിരുന്നു. 3 ദിവസമായി വീട്ടിലെ മോട്ടോർ കേടായിരുന്നതിനാൽ കിണർ ഉപയോഗിച്ചിരുന്നില്ല. ആൾമറയില്ലാത്ത കിണർ വലയിട്ട് മൂടിയ നിലയിലായിരുന്നു. വലയുടെ ഒരു ഭാഗം കീറിയിട്ടുണ്ട്. അബദ്ധത്തിൽ പുലി കിണറിൽ വീണതായാണ് സംശയിക്കുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ വനം വകുപ്പിനെ പ്രദേശവാസികൾ വിവരമറിയിക്കുകയും വെറ്റിനറി സർജനും ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പുലിയെ പുറത്തെടുത്ത് തുടർ നടപടികൾ സ്വീകരിച്ചു. പ്രദേശത്ത് മാസങ്ങളായി പുലിയുടെ സാന്നിധ്യമുണ്ട്. 2 ദിവസം മുൻപ് തൊട്ടടുത്ത് കർണാടക വനമേഖലയിൽ ആനകൾ തമ്മിൽ ഏറ്റുമുട്ടി ഒരു ആന ചെരിഞ്ഞിരുന്നു. 3 മാസം മുൻപ് ദേലമ്പാടിയിൽ പന്നിക്ക് വെച്ച കെണിയിൽ വീണ് പുലി ചത്തിരുന്നു. ഇപ്പോൾ ജനവാസ മേഖലയിൽ തന്നെ പുലിയുടെ ജഡം കണ്ടെത്തിയതോടുകൂടി വലിയ ആശങ്കയിലാണ് നാട്ടുകാർ. പ്രദേശത്ത് കൂടുതൽ പുലികളുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നു. വിഷയത്തിൽ വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ജനങ്ങളുടെ ജീവന് സുരക്ഷയൊരുക്കണമെന്നുമുള്ള ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ആരിക്കാടിക്കോട്ടയിലെ നിധിവേട്ടയിൽ കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ പരാതിയിൽ കേസെടുത്ത മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്ന് മഹിളാ മോർച്ച ഈ ആവശ്യമുന്നയിച്ച് ചൌക്കിയിൽ പ്രതിഷേധ സംഗമം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ഉദ്ഘാടനം ചെയ്തു. കുമ്പള ആരിക്കാടി ഹനുമാൻ കോട്ടയിലെ നിധിവേട്ടയിൽ കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ പരാതിയിൽ കേസെടുത്ത മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP മഹിളാ മോർച്ച മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ಕಮಿಟಿ ചൌക്കിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം BJP ജില്ലാ പ്രസിഡന്റ് ML ಅಶ್ವಿನಿ ಉದ್ಘಾಟನೆ ചെയ്തു. ಯಾಕೆ ಈ ಅನ್ಯಾಯವನ್ನು ನಿಮ್ಮ ಕೈಲಿ ತಡಿಲಿಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ? ನೀವು ಕೂಡ ಈ ಒಂದು ಸರ್ಕಾರ ಜೊತೆ ಕೈ ಜೋಡಿಸ್ಕೊಂಡಿದ್ದೀರಾ ಅಂತ ನಾನು ಕೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತೇನೆ. ಇದು ನಮ್ಮ ಒಂದು ಮೊದಲನೇ ಹಂತ ಅಲ್ಲ, 2ನೇ ಹಂತ ಅಲ್ಲ. ನಾವು ಇನ್ನೂ ಕೂಡ ಹೆಚ್ಚಾಗಿ ಇದರ ಪ್ರತಿಭಟನೆ ಮಾಡಲಿಕ್ಕೆ ನಾವು ತಯಾರಿದ್ದೇವೆ. ಈ ಒಂದು ವೈಸ್ ಪ್ರೆಸಿಡೆಂಟ್ ಸ್ಥಾನ ಅಂತ ಏನಿದೆ ಈ ಜನಪ್ರತಿನಿಧಿಗೆ, ಆ ವೈಸ್ ಪ್ರೆಸಿಡೆಂಟ್ ಸ್ಥಾನದಿಂದ ರಾಜೀನಾಮೆ ಕೊಡಿಸ್ಬೇಕು. ನಾವು ಅಲ್ಲಿವರೆಗೂ ನಾವು ಹೋರಾಟ ಮಾಡೇ ಮಾಡ್ತೀವಿ. ಯಾಕಂದ್ರೆ ಆ ವೈಸ್ ಪ್ರೆಸಿಡೆಂಟ್ನ ಸ್ಥಾನದಲ್ಲಿ ಕೂತ್ಕೊಳ್ಳಿಕ್ಕೆ ಯಾವುದೇ ರೀತಿಯಂತ ಅರ್ಹತೆ ಇಲ್ಲ ಅವರಿಗೆ. മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് പ്രിയ അധ്യക്ഷത വഹിച്ചു. പ്രമീള മജൽ, സുകുമാരൻ കുതിരേപ്പാടി, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് പുഷ്പ ഗോപാലൻ, മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് BJP പ്രസിഡന്റ് ചന്ദ്രശേഖർ, ജനറൽ സെക്രട്ടറി ഗണേഷ്, സമ്പത് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ആരിക്കാടിക്കോട്ടയിൽ നിധി കുഴിച്ചെടുക്കുവാനെത്തി അറസ്റ്റിലായ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാറിനെ സ്ഥാനത്ത് നിന്നും നീക്കിയേക്കും. സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു.
കൂടാതെ തദ്ദേശ തിരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന ഘട്ടമാണ്. ഈ സാഹചര്യത്തിൽ എതിരാളികളുടെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സാധ്യതകളെ ഒഴിവാക്കുവാനാണ് മുജീബ് കമ്പാറിനെ മാറ്റി നിർത്തുവാനുള്ള ചർച്ചകൾ മുസ്ലിം ലീഗിൽ സജീവമായത്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള കുമ്പള ആരിക്കാടി കോട്ടയിൽ 2 കാറുകളിലായെത്തിയ 5-അംഗ സംഘം നിധി കുഴിച്ചെടുക്കുവാനായി ശ്രമം നടത്തിയത്. ശബ്ദം കേട്ട് പ്രദേശവാസികളെത്തി പോലീസിൽ വിവരമറിയിച്ചതോടെ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ ഉൾപ്പെടെയുള്ള ഈ 5 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കേസെടുക്കുകയും ചെയ്തു. കൂടാതെ പുരാവസ്തു വകുപ്പിന്റെ പരാതിയിലും സംഘത്തിനെതിരെ കേസെടുത്തു. പഞ്ചായത്തിന്റെ ഭരണസമിതി സാരഥ്യം വഹിച്ചു വരുന്ന ഒരാൾ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് അവമതിപ്പുണ്ടാക്കുന്നതാണെന്നും ഇതിൽ ശക്തമായ നടപടി വേണമെന്നും മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. BJP, CPM, SDPI, കോൺഗ്രസ് കക്ഷികളെല്ലാം തന്നെ മുജീബ് കമ്പാറിനെ പഞ്ചായത്ത് അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തുകയും പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. കൂടാതെ മഹിളാ മോർച്ച, INL കക്ഷികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. മുജീബിനെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട മുസ്ലിം ലീഗ് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയും കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിക്ക് ശുപാർശ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈയൊരു സാഹചര്യത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ എതിരാളികൾ മുതലെടുപ്പ് നടത്തുമെന്നതുകൊണ്ടുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മുജീബ് കമ്പാറിനെ ഒഴിവാക്കുവാൻ മുസ്ലിം ലീഗ് നടപടി ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം തൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നും പാർട്ടി സ്വീകരിക്കുന്ന ഏത് നടപടിയും സ്വീകരിക്കുമെന്നും മുജീബ് കമ്പാർ അറിയിച്ചിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി MC അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ 4-ാം പ്രതിക്ക് ജാമ്യം. മധൂർ കൊല്ലിയിലെ ആയിഷയ്ക്കാണ് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. ഹോസ്തൂർ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജാമ്യാപേക്ഷ നിരസിച്ചതോടെയാണ് കേസിൽ അറസ്റ്റിലായ പ്രതികൾ മാങ്ങാട് കൂളിക്കുന്ന് ബൈത്തുൽ ഫാത്തിമയിൽ PM ഉവൈസ്, ഭാര്യ ഷമീന എന്ന ജിന്നുമ്മ, മുക്കോട് ജീലാനി നഗറിൽ താമസക്കാരിയും പൂച്ചക്കാട് സ്വദേശിനിയുമായ PM അസ്നിഫ എന്നിവർ ജാമ്യത്തിനായി ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഇതിനിടെ അന്വേഷണ സംഘം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുകയും തെളിവെടുപ്പ് നടത്തുകയും അന്വേഷണത്തിനായി എറണാകുളത്തുൾപ്പെടെ പ്രതികളെ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് 4-ാം പ്രതിയായ മധൂർ കൊല്ലിയിലെ ആയിഷയ്ക്ക് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. ദുർമന്ത്രവാദത്തിലൂടെ തട്ടിയെടുത്ത സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുവെന്നാണ് ആയിഷയ്ക്കെതിരെയുള്ള കുറ്റം. ബാക്കി 3 പേരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. 2023 ഏപ്രിൽ 14 രാത്രിയിലാണ് അബ്ദുൽ ഗഫൂർ ഹാജി കൊല്ലപ്പെട്ടത്. 596 പവൻ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രവാസിയെ കൊലപ്പെടുത്തിയതെന്നാണ് കേസ്. DCRB DYSP KJ ജോൺസന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മുഖ്യപ്രതികൾ അറസ്റ്റിലായത്. കേസിൽ 2 പ്രതികളെ കൂടി കിട്ടാനുണ്ട്. ഇവർ വിദേശത്താണ്. ഇവരെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നടപടി ഊർജിതമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSRT എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന ജാഥ സമാപനത്തോടെ സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും KSRTC തൊഴിലാളികളും കുടുംബാംഗങ്ങളും മാർച്ചും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. കാസർഗോഡ് നടന്ന പ്രതിഷേധ കൂട്ടായ്മ CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക, പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക, ശമ്പളത്തിൽ നിന്നും പിടിച്ച NDR, NPS കുടിശ്ശിക പൂർണ്ണമായും അടച്ചു തീർക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, മിനിമം ഡ്യൂട്ടി മാനദണ്ഡത്തിൽ വാർഷിക ഇൻക്രിമെന്റ് നിഷേധിക്കുന്നത് പിൻവലിക്കുക, പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുക, DA, പ്രമോഷനുകൾ, സ്ഥലമാറ്റം ഉൾപ്പെടെ തടഞ്ഞുവച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക, വർക്ക്ഷോപ്പുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, RTCകൾക്ക് കേന്ദ്ര സർക്കാർ അർഹമായ മൂലധന നിക്ഷേപം അനുവദിക്കുക, ഇന്ധനവില കുറയ്ക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു KSRT എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന ജാഥ സമാപനത്തോടെ സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും KSRTC തൊഴിലാളികളും കുടുംബാംഗങ്ങളും മാർച്ചും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചത്. കാസർഗോഡ് നടന്ന പ്രതിഷേധ കൂട്ടായ്മ CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഒരു സ്ഥലത്തിൻ്റെ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടില്ലേ, കർണാടകത്തിൽ 30 മാസമായി ശമ്പളം കിട്ടാത്ത സ്ഥാപനമാണ് കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. നിങ്ങൾ മനസ്സിലായിക്കോ, അവിടെ പണിമുടക്ക് വയ്ക്കാൻ പറ്റൂ. അവിടെ ഭരിക്കുന്ന കോൺഗ്രസ്സാണ്. ചർച്ച നടത്തി ഇപ്പോൾ തൽക്കാലം 2-3 കാലമാസത്തിൽ കൊടുത്തു, തൽക്കാലം പണിമുടക്കം പ്രചരിപ്പിച്ചു. എന്തായാലും പ്രചരിപ്പിച്ചിരുന്നത് തൊട്ടപ്പുറത്തെ കർണാടക ലാഭത്തിലല്ലേ? എത്ര മനോഹരമായ ബസ്സുകൾ തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് ലാഭത്തിലല്ലേ? എന്തേ കേരളം ഇങ്ങനെ? പ്രിയപ്പെട്ടത്, എല്ലാ സ്ഥലത്തും പെട്രോൾ ഡീസലിൻ്റെ വില ഇതുപോലെയാണ്. അവർക്ക് ഈ പ്രതിസന്ധി ഉണ്ട്.
ഇൻഷുറൻസ് പ്രതിസന്ധി അവർക്കുണ്ട്, പാർട്സിൻ്റെ പ്രതിസന്ധി, ടയറിൻ്റെ പ്രതിസന്ധി എല്ലാം അവർക്കുണ്ട്. കേന്ദ്ര രാജ്യത്തെ മുഴുവൻ കോൺട്രാക്ട് കോർപ്പറേഷൻ ദൂരശ്വാസം ഭരിക്കുമ്പോൾ ഇതാ ഈ കേരളത്തിലെ KSRTC തല ഉയർത്തി നിൽക്കുക. KSRTE ജില്ലാ പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ പാടി സമരമുദ്രാവാക്യങ്ങൾ സംബന്ധിച്ച് വിശദീകരിച്ചു. CITU ജില്ലാ സെക്രട്ടറിമാരായ ഗിരികൃഷ്ണൻ, കെ രവീന്ദ്രൻ, പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ ഗണേശൻ, CITU ഏരിയ സെക്രട്ടറി PV കുഞ്ഞമ്പു, LIC എംപ്ലോയീസ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് PM ഭാസ്കരൻ, KSRTE സംസ്ഥാന ഓഡിറ്റ് കമ്മിറ്റി കൺവീനർ M ലക്ഷ്മണൻ, വിവിധ ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനാ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ സംസാരിച്ചു. സെക്രട്ടറി M സന്തോഷ് സ്വാഗതവും ട്രഷറർ രശ്മി നാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് റൈറ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ AS മുഹമ്മദ് കുഞ്ഞിയുടെ 2 കുറുങ്കഥാ സമാഹാരങ്ങളുടെ പ്രകാശനം കാസർഗോഡ് ജില്ലാ ലൈബ്രറി ഹാളിൽ നടന്നു. KV മണികണ്ഠദാസ് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി. കാസർഗോഡ് റൈറ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ AS മുഹമ്മദ് കുഞ്ഞിയുടെ സൈബീരിയൻ കൊക്കുകൾ, 2 തടവുപുള്ളികളുടെ കഥ എന്നീ 2 കുറുങ്കഥാ സമാഹാരങ്ങളുടെ പ്രകാശനം കാസർഗോഡ് ജില്ലാ ലൈബ്രറി ഹാളിൽ നടന്നു. എഴുത്തുകാരന്റെ ആയുധം ഭാഷയാണെന്നും കഥ, കവിത, മാധ്യമങ്ങൾ അവൻ അറിയാതെ രൂപം കൊള്ളുന്നതാണെന്നും ചില രചനകളിൽ ഈ വേർതിരിവിന്റെ അതിരുകൾ മാഞ്ഞു പോകുന്നത് അതുകൊണ്ടാണെന്നും പുസ്തകങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് KV മണികണ്ഠദാസ് പറഞ്ഞു. പരിപാടിയിൽ തനിമ കലാസാഹിത്യവേദി പ്രസിഡന്റ് അബു ത്വായി അധ്യക്ഷത വഹിച്ചു. സൈബീരിയൻ കൊക്കുകൾ എന്ന പുസ്തകം എഴുത്തുകാരൻ സുറാബ് സ്കൂൾ കലോത്സവത്തിൽ കഥാരചനയിൽ സംസ്ഥാന തലത്തിൽ പുരസ്കാരം നേടിയ GVHSS മുള്ളേരിയയിലെ വിദ്യാർത്ഥിനി ആയിഷ ഹിബായസിന് നൽകിക്കൊണ്ടും, 2 തടവുപുള്ളികൾ എന്ന പുസ്തകം KV കുമാരൻ മാസ്റ്റർ പത്മനാഭൻ ബ്ലാത്തൂരിന് നൽകിയും പ്രകാശനം ചെയ്തു. റഹ്മാൻ തായ്ലങ്ങാടി മുഖ്യപ്രഭാഷണം നടത്തി. ചെറുതും വലുതുമായ കഥകൾ നമ്മുടെ മനസ്സിനെ ഇങ്ങനെയാണ് സ്പർശിക്കുന്നത്, എങ്ങനെയാണ് അത് തമ്മിൽ പുതിയ അനുരണനങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും AS മുഹമ്മദ് കുഞ്ഞിയുടെ ഈ 2 കഥാ സമാഹാരങ്ങളിലെ ഓരോ കഥകളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒരു കഥയിൽ നിന്ന് നമ്മുടെ മനസ്സ് മറ്റൊരു കഥയിലേക്കും മറ്റൊരു ജീവിതത്തിലേക്കും മറ്റൊരു അനുഭവങ്ങളിലേക്കും ഇങ്ങനെ ചാടി ചാടി പോകുന്നുവെങ്കിൽ ആ കഥയുടെ ഉള്ളിൽ എന്തോ ഒരു പ്രത്യേകിച്ച് അനുഭവവേദ്യമാകുന്ന കാമ്പുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. നാരായണൻ പേരിയ, VV പ്രഭാകരൻ, കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞി, ഏരിയാൽ അബ്ദുള്ള, P ദാമോദരൻ, അഷ്റഫ് അലി ചേരങ്കൈ, CL ഹമീദ്, ബാലകൃഷ്ണൻ ചെർക്കള, രവീന്ദ്രൻ പാടി തുടങ്ങിയവർ സംസാരിച്ചു. അമീർ പള്ളിയാൻ സ്വാഗതവും AS മുഹമ്മദ് കുഞ്ഞി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തെ വീണ്ടും ഭ്രാന്താലയമാക്കരുത്, വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി INL ജില്ലാതല ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ വീണ്ടും ഭ്രാന്താലയമാക്കരുത്, വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി INL സംസ്ഥാന തലത്തിൽ നടത്തിവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോട്ടെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷത, മതേതരത്വം അഥവാ സെക്യുലറിസം എന്ന് പറയുന്നത് മതനിരാശ തന്നെയല്ല. അങ്ങനെ ആരെങ്കിലും തിരിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ മതത്തെ നിഷേധിക്കണമെന്നാണ് കരുതരുത്. അങ്ങനെയല്ല. മതേതരത്വം അഥവാ സെക്യുലറിസം എന്ന് പറയുന്നത് എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന എന്നതാണ്. എണ്ണം നോക്കാതെ, ഭൂരിപക്ഷം നോക്കാതെ, ഏത് ആചാരാനുഷ്ഠാനങ്ങളൊന്നും നോക്കാതെ എല്ലാ മതങ്ങൾക്കും, നിലനിൽക്കുന്ന എല്ലാ മതങ്ങൾക്കും ഒരുപോലെ പരിഗണന കൊടുക്കുന്ന വിശ്വാസം, ആചാരം, അനുഷ്ഠാനം, അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ, ഇതെല്ലാം എല്ലാത്തിനും ഒരുപോലെ പരിഗണന ലഭിക്കുന്നതിനെയാണ് മതേതരത്വം എന്ന് പറയുന്നത്. ആ മതേതരത്വം ഈ ഇരുവർഗീയതയും ശക്തിപ്പെടുമ്പോൾ തകർക്കപ്പെടുകയാണ്. INL ജില്ലാ പ്രസിഡന്റ് M ഹമീദ് ഹാജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞി കളനാട്, സെക്രട്ടറി MA ലത്തീഫ്, സെക്രട്ടേറിയറ്റ് മെമ്പർ M ഇബ്രാഹിം, NLU സംസ്ഥാന ജനറൽ സെക്രട്ടറി CMA ജലീൽ, NYL സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹീം ബെണ്ടിച്ചാൽ, നാഷണൽ പ്രവാസി ലീഗ് സംസ്ഥാന ട്രഷറർ NM അബ്ദുള്ള, സെക്രട്ടറി ഖലീൽ ഏരിയാൽ, വുമൺസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് ജമീല ടീച്ചർ, മാട്ടുമ്മൽ ഹസൻ, മുസ്തഫ തോരവളപ്പ്, PK അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, മമ്മു കോട്ടപ്പുറം എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം സ്വാഗതവും സെക്രട്ടറി ഷാഫി സന്തോഷ് നഗർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കേരള ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ രാജീവ് ഗാന്ധി സ്മാരക എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ഫാർമസ്യൂട്ടിക്കൽ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് വിഭാഗങ്ങളിലെ ബിരുദദാന ചടങ്ങ് നടത്തി. ആരോഗ്യ സർവകലാശാല ഫാർമസി ഡീൻ ഡോക്ടർ RS രാജശ്രീ ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെയും രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിന്റെയും നേതൃത്വത്തിൽ പഠനം പൂർത്തിയാക്കിയ 80-ൽ പരം വിദ്യാർത്ഥികളാണ് ബിരുദം ഏറ്റുവാങ്ങിയത്. തൃക്കരിപ്പൂർ വടക്കേക്കൊവ്വൽ MTP കൺവെൻഷൻ സെന്ററിൽ നടത്തിയ ബിരുദദാന ചടങ്ങ് കേരള ആരോഗ്യ സർവകലാശാല ഫാർമസി ഡീൻ ഡോക്ടർ RS രാജശ്രീ ഉദ്ഘാടനം ചെയ്തു. As someone who once stood in your place with B.Pharm degree from University of Kerala, I understand the challenges and triumphs that brought you here. Education is more than just books and exams. It is about developing the ability to think crucially, innovate and serve others. My dear students, your role extends beyond the classroom and beyond your degrees. To the pharmacy graduates, you are not just dispensing medicines, but also you are hope, trust and healing. ചെയർമാൻ അഷ്റഫ് അലി ബഷീർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ M പരിധാവി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K അരുൺകുമാർ, BA SLP കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ദിവ്യ നമ്പീശൻ, സെക്രട്ടറി CH അബ്ദുൽ റഹീം, ട്രഷറർ TV ചന്ദ്രദാസ്, മുൻ ചെയർമാൻ PKC സുലൈമാൻ ഹാജി, ഡയറക്ടർമാരായ VV ബാബുരാജ്, പ്രദീപ് കുമാർ രാമപുരത്ത്, AP അഹമ്മദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സാമൂഹിക പ്രവർത്തകൻ അബ്ദുൽ ലത്തീഫ് ബാബയ്ക്ക് ആദരം. മഞ്ചേശ്വരം തുമ്മിനാട് സ്വദേശിയായ അബ്ദുൽ ലത്തീഫ് ബാബയ്ക്ക് കണ്ണൂർ ആസ്ഥാനമായുള്ള പ്രവാസി സംഘടനയായ പ്രവാസി ഓടക്കാട് മഹലിന്റെ അവാർഡ് നൽകിയാണ് ആദരവേകിയത്. സൗദി അറേബ്യൻ വ്യവസായിയും KMCC സംഘടനയുടെ പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ മഞ്ചേശ്വരം തുമ്മിനാട് സ്വദേശി അബ്ദുൽ ലത്തീഫ് ബാബയ്ക്ക് നാടിന്റെ ആദരം. കണ്ണൂർ ആസ്ഥാനമായുള്ള പ്രവാസി സംഘടനയായ പ്രവാസി ഓടക്കാട് മഹൽ നൽകുന്ന അവാർഡ് ഫലകം അബ്ദുൽ ലത്തീഫ് ബാബയ്ക്ക് നൽകി ആദരിച്ചു. സൗദി അറേബ്യയിലെ അഫാറുൽ ബാത്തിനിലെ ബിസിനസ്സുകാരനായ അബ്ദുൽ ലത്തീഫ് ബാബ കഴിഞ്ഞ 30 വർഷമായി സൗദി അറേബ്യയിൽ ദുരിതത്തിലായ ആളുകളെ തിരിച്ചറിയുകയും അവരെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിക്കുകയും അവരുടെ ജന്മനാട്ടിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു. സൗദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസികളിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ബാബ തൻ്റെ ജീവിതം സമർപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു. 30 കൊല്ലത്തോളായി ഞാൻ അഫറുൽ ബാത്തിനിൽ സേവന രംഗത്ത് പ്രവാസിയായിട്ടുള്ളത്. ഈ 30 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് പല പ്രവാസികളും പ്രയാസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന പ്രവാസികളെ നാട്ടിലേക്ക് അയക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ വാരിസില്ലാതെ മയ്യത്ത് മറമാടാനും നാട്ടിലേക്ക് അയക്കാനും പറ്റിയിട്ടുണ്ട്. KMCCൻ്റെ സെൻട്രൽ കമ്മിറ്റി പ്രസിഡൻ്റ് എന്ന നിലക്കും എംബസിൻ്റെ വോളണ്ടിയർ എന്ന നിലക്കും പല 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 പ്രയാസം അനുഭവിക്കുന്ന ഖദ്ദാമകളെ ശമ്പളം കിട്ടാൻ ബാക്കിയുള്ള ആൾക്കാർ പല പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല പല ആൾക്കാരും നാട്ടിലേക്ക് അയക്കാൻ ഈ 30 കൊല്ലത്തിനിടയിൽ കഴിഞ്ഞു. ആയിരക്കണക്കിന് ആൾക്കാർ സേവനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കണ്ണൂരിലെ പ്രവാസി മലയാളി അബ്ദുൾ റസാഖിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ സൗദി പൗരന്മാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വർദ്ധിച്ചുവരുന്ന ലഹരി സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ SSF പ്രഖ്യാപിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് വിദ്യാർത്ഥികൾ മാർച്ച് നടത്തി. ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകളിൽ നിന്നുമുള്ള പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു. വിദ്യാർത്ഥികളിലും യുവാക്കളിലും ലഹരിയുടെ ഉപയോഗവും വിതരണവും വ്യാപകമാവുകയും സൈബർ തട്ടിപ്പുകൾ നിരന്തരമായി വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ SSF അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തിൽ സംസ്ഥാന വ്യാപകമായി ജനകീയ പ്രക്ഷോഭങ്ങളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു വരികയാണ്. ഈ ക്യാമ്പയിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തുടനീളം SP ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകളിൽ നിന്നുമുള്ള പ്രവർത്തകർ അണിനിരന്നു. വർദ്ധിച്ചുവരുന്ന ലഹരി, സൈബർ ക്രൈം എന്നിവ തടയുന്നതിന് വേണ്ട കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ഉളിയത്തടുക്ക SP നഗറിൽ നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത്. നിയമത്തിന്റെ പഴുതുകൾ നോക്കി
SSF സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനീറുൽ അഹ്ദൽ തങ്ങൾ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പിടിക്കപ്പെടുന്നതിൽ അധികവും അതിന്റെ അവസാനത്തെ ഇരകൾ മാത്രമാണ്. അതിന്റെ സോഴ്സ് അത് കണ്ടെത്തി അതിനെ വേണ്ടതുപോലെ പ്രതിരോധിക്കാൻ പലപ്പോഴും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് എല്ലാ അധികാരികളോടും നമുക്ക് പറയാനുള്ളത് അത്തരം അതിന്റെ സോഴ്സ് തന്നെ നാം കണ്ടെത്തുകയും അതിനെതിരെ ശക്തമായ പ്രതിരോധം നമ്മൾ സൃഷ്ടിക്കുകയും ചെയ്യണം. ഡ്രഗ്സ്, സൈബർ ക്രൈം അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന് പറയുമ്പോൾ പലപ്പോഴും വെറും ഭരണപക്ഷം മാത്രമാണെന്ന് നമുക്ക് തോന്നിപ്പോകരുത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഇവിടെയുള്ള സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളും മാതാപിതാക്കളും അധ്യാപകരും നാം ഓരോരുത്തരും ഇവിടെ അധികാരികളാണ്. നമ്മളെല്ലാവരും അതിൽ വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി പ്രതിരോധം സൃഷ്ടിച്ചാൽ മാത്രമേ ഇത്തരം മഹാവിപത്തുകൾക്കെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. SSF സംസ്ഥാന കൗൺസിലർ റസീൻ അബ്ദുള്ള കണ്ണൂർ പ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, SYS ജില്ലാ സെക്രട്ടറി മൂസ സഖാഫി കളത്തൂർ, SSF ജില്ലാ പ്രസിഡന്റ് റയീസ് മൊയ്നി തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ്തുത വിഷയം ഉന്നയിച്ചുകൊണ്ട് ജില്ലാ ഭാരവാഹികൾ ജില്ലാ പോലീസ് മേധാവിക്ക് നിവേദനവും സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചന്ദനടുക്കം ശ്രീ ചീറുമ്പ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഭക്തിസാന്ദ്രമാകുന്നു. പടവീരൻ തെയ്യത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ചന്ദനടുക്കം ശ്രീ ചീരുമ്പ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഒരു നാടിന്റെ തന്നെ ഉത്സവമായി മാറി. വെള്ളിയാഴ്ച ഭണ്ഡാര ഘോഷയാത്രയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തെയ്യക്കോലധാരികൾക്കുള്ള അടയാളം കൊടുക്കൽ ചടങ്ങും തുടർന്ന് അന്നദാനവും നടന്നു. ക്ഷേത്ര മഹിളാ കമ്മിറ്റി അവതരിപ്പിച്ച തിരുവാതിര ശ്രദ്ധേയമായി. കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് സമുദായാംഗങ്ങൾ സമാഹരിച്ച തുക ബന്ധപ്പെട്ടവരെ ഏൽപ്പിച്ചു. തുടർന്ന് പടവീരൻ തെയ്യത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹവർഷം ചൊരിഞ്ഞു. നാല് ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് ഞായറാഴ്ച സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടർക്ക് ആദരം. ബളാന്തോട് ചാമുണ്ടിക്കുന്നിലെ 105 വയസ്സുള്ള എങ്കപ്പൂ നായിക്കിനെ സബ് കളക്ടർ പ്രദീക് ജെയിൻ വീട്ടിലെത്തി ആദരിച്ചു. വയസ്സ് 105 വോട്ട് ചെയ്യാനുള്ള ആവേശം എങ്കപ്പൂ നായിക്കിന് മാറിയിട്ടില്ല. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ തന്റെ അവശ്യതയൊക്കെ എങ്കപ്പൂ നായിക് മറക്കും. കോയത്തടുക്കത്ത് ഇളയ മകൻ ശ്രീധരന്റെയൊപ്പമാണ് ഇപ്പോൾ താമസം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ടവകാശം വിനിയോഗിച്ചു. പ്രായമുള്ളവർക്ക് വോട്ട് വീട്ടിൽ നിന്നും രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വീട്ടിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഇദ്ദേഹം. സബ് കളക്ടർ പ്രദീക് ജെയിൻ ഇദ്ദേഹത്തെ വീട്ടിലെത്തി ആദരിച്ചു. പനത്തടി പഞ്ചായത്ത് അംഗം പ്രീതി അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം KK വേണുഗോപാലൻ, KJ ജെയിംസ്, പരപ്പ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ അബ്ദുൽ സലാം, ജില്ലാ ഇലക്ഷൻ ക്ലർക്ക് ബിനുകുമാർ PG, എങ്കപ്പൂ നായിക്കിന്റെ മകനും റിട്ടയർഡ് ലേബർ ഓഫീസറുമായ കേശവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വെള്ളരിക്കുണ്ട് തഹസിൽദാർ PV മുരളി സ്വാഗതവും ബൂത്ത് ലെവൽ ഓഫീസർ പ്രസീത നന്ദിയും പറഞ്ഞു. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അതിയാമ്പൂർ പ്രാദേശിക കമ്മിറ്റിയുടെ കാണിക്ക സമർപ്പണം നടന്നു. കിഴക്കുംകര ശ്രീ പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി അതിയാമ്പൂർ പ്രാദേശിക ആഘോഷ കമ്മിറ്റിയുടെ കാണിക്ക സമർപ്പണം നടന്നു. തുടർന്ന് അതിയാമ്പൂർ പ്രാദേശിക വനിതാ കൂട്ടായ്മയുടെ മെഗാ തിരുവാതിര അരങ്ങേറി. ഫെബ്രുവരി 2 പുള്ളിക്കരിങ്കാളിയമ്മയുടെ ചുവടിനൊപ്പം ഭക്തി നിർഭരവും ആയിരങ്ങൾക്ക് അനുഗ്രഹവും ചൊരിഞ്ഞുകൊണ്ടുള്ളതും കളിയാട്ട മഹോത്സവത്തിന്റെ ചൈതന്യ പ്രതിരൂപവുമായ ആയിരത്തിരി മഹോത്സവം നടക്കും. രാത്രി 7 മണിക്ക് കോട്ടച്ചേരി മാതൃസമിതിയുടെ ഫ്യൂഷൻ കൈകൊട്ടിക്കളി നടക്കും. ഫെബ്രുവരി 3 വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. ഉച്ചയ്ക്ക് കോട്ടച്ചേരി കാഴ്ചാഘോഷ കമ്മിറ്റിയുടെ അന്നദാനം നടക്കും. വൈകുന്നേരം 5 മണിക്ക് തേങ്ങയേറ് നടക്കും. വിഷ്ണുമൂർത്തിയുടെ തിരുമുടിയെടുക്കലോടുകൂടി ഉത്സവത്തിന് സമാപനമാവും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വടക്കൻ കേരളത്തിൽ ഉത്സവ സീസൺ ആരംഭിച്ചതോടെ ആരോഗ്യവകുപ്പ് പരിശോധനയും കർശനമാക്കി. കാഞ്ഞങ്ങാട് വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഉപയോഗപ്രദമല്ലാത്ത ഐസ്ക്രീം പിടികൂടി നശിപ്പിച്ചു.
വടക്കൻ കേരളത്തിൽ ഉത്സവ സീസൺ ആരംഭിച്ചതോടെയാണ് ആരോഗ്യവകുപ്പ് പരിശോധന കർശനമാക്കിയത്. അജാനൂർ പഞ്ചായത്ത് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കാഞ്ഞങ്ങാട് കിഴക്കുംകരയിലെ കടയിൽ നിന്നും ഉപയോഗപ്രദമല്ലാത്ത ഐസ്ക്രീം പിടികൂടി. ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. കിഴക്കുംകര ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഒരാള് ഈ ബേക്കറിയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവർ വീട്ടിൽ കൊണ്ടുപോയി പോയപ്പോൾ ഐസ്ക്രീം വളരെ മോശമായി എന്നുള്ള രീതിയിൽ രാത്രി തന്നെ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഈ കട പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണെന്ന് മനസ്സിലായി. കാരണം സാധനത്തിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിലും ഫ്രീസറിൽ തകരാറായതുകൊണ്ട് സാധനം മോശമായ സ്ഥിതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അടിയന്തരമായി ഇടപെട്ടുകൊണ്ടിട്ട് ഈ സാധനം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയതിനു ശേഷം മാത്രമേ കട പ്രവർത്തിക്കാൻ വേണ്ടി പാടുള്ള നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. പരിശോധനയ്ക്ക് ശേഷം കട അടപ്പിക്കുകയും പിഴ ഈടാക്കുകയും ചെയ്തു. ബൈജു എസ് റാം, ദീപു സിയും, PT ശ്രീനിവാസൻ, MP ശ്രീനിവാസൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് അടൂരിനെ ഞെട്ടിച്ച് വീട്ടുവളപ്പിലെ കിണറിൽ പുലിയുടെ ജഡം. പ്രദേശത്ത് കൂടുതൽ പുലികളുടെ സാന്നിധ്യമുള്ളതായി സംശയം. ജനങ്ങൾ ആശങ്കയിൽ. കുമ്പള ആരിക്കാടിക്കോട്ടയിലെ നിധിവേട്ട. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്ന് മഹിളാ മോർച്ച ചൌക്കിയിൽ പ്രതിഷേധ സംഗമം നടത്തി. കുമ്പള ആരിക്കാടി കോട്ടയിലെ നിധിവേട്ട. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാറിനെ സ്ഥാനത്ത് നിന്നും നീക്കിയേക്കും. മുസ്ലിം ലീഗിൽ ചർച്ചകൾ സജീവം. അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ 4ാം പ്രതിക്ക് ജാമ്യം. മധൂർ കൊല്ലിയയിലെ ആയിഷയ്ക്കാണ് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. KSRT എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന ജാഥ സമാപനം. സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും മാർച്ചും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. AS മുഹമ്മദ് കുഞ്ഞിയുടെ 2 കുറുങ്കഥ സമാഹാരങ്ങളുടെ പ്രകാശനം നടന്നു. കാസർഗോഡ് റൈറ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.